ഹായ്, നമുക്കിന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ പല വേദികളിലും കണ്ടിട്ടുണ്ട് ഇസ്ലാം സ്വീകരിച്ചവർ എന്ന് പറഞ്ഞിട്ട്. ഇനി ഇസ്ലാം സ്വീകരിച്ചിട്ട് ഒരു പെണ്ണോ ഒരു സ്ത്രീയോ എങ്ങാനും അല്ലെങ്കിൽ ഒരു പുരുഷനോ ആകട്ടെ അവരുടെ സ്വന്തം മതത്തിലേക്ക് തിരിച്ചു പോയാൽ അവർക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് സാധാരണ ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരെയാണ്. ശരിക്ക് ഏതൊരു മതത്തെക്കുറിച്ചും പറയേണ്ടത് ആ മതം വിട്ടവരാണ്. കാരണം ആ മതത്തിൽ എന്താണോ ഉള്ളത് അതിനെക്കുറിച്ച് ശരിക്ക് പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അനുഭവിച്ചായിരിക്കും അവർ ആ മതം ഉപേക്ഷിച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഒരു മതം വിട്ടും മറ്റൊരു മതം സ്വീകരിച്ചാലും അതെ. അപ്പൊ ഈ മതത്തിലില്ലാത്ത എന്തൊക്കെയോ ആനമുട്ട മറ്റേ മതത്തിലുണ്ട്. വലതുകാലിലെ മന്ത് മാറ്റിവെച്ച് ഇടതുകാലിലെ മന്തിനെ സ്വീകരിക്കുന്ന ആൾക്കാർ. നമ്മളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് ഞായറാഴ്ചകളിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് മുന്നിലുള്ളത്, നമ്മുടെ കൂടെ ഉള്ളത് ഒരു വിശിഷ്ട ഗസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ചേകന്നൂർ മൗലവിയുടെ ഒരു അനുസ്മരണ പരിപാടിക്കാണ്. ഏതാണ്ട് 2018 കോഴിക്കോട് ടൗൺ ഹാളാണെന്ന് തോന്നുന്നു. ഒരു പ്രോഗ്രാമിന് എന്നെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു നോക്കിയപ്പോൾ ആള് ബ്ലൈൻഡ് ആണ്. എനിക്ക് അത്ഭുതമായി. എങ്ങനെയാണ് അദ്ദേഹം ഈ മേഖലയിലേക്ക് വന്നത്, മതഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്, വായിച്ചത്? പിന്നെ അതിനുശേഷം ഇതുവരേക്കും ഞങ്ങൾ നിരന്തരം കോണ്ടാക്റ്റുകളുണ്ട്. അപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. എൻ്റെ പ്രസംഗങ്ങൾ എവിടെയുണ്ടെങ്കിലും അദ്ദേഹം വരും, ഞങ്ങൾ പരസ്പരം ആശയങ്ങളൊക്കെ കൈമാറും. പിന്നെ ഫോൺ വിളിക്കും, സംസാരിക്കും. വാട്സപ്പിൽ എന്തെങ്കിലും പിന്നെ എൻ്റെ വീഡിയോസിൻ്റെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അറിയിക്കും. അങ്ങനെ അപ്പോഴാണ് എനിക്ക് പുതുമ ഉള്ള ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആദ്യം അദ്ദേഹത്തെ തന്നെ എൻ്റെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. ഫസ്റ്റ് പേഴ്സൺ അയാൾ തന്നെ ആയിരിക്കണം എന്നെനിക്ക് തോന്നിയത്. കാരണം നമ്മളിൽ പലർക്കും കണ്ണുണ്ട്, കാതുണ്ട്, ചിന്തിക്കാനുള്ള എല്ലാ ഉണ്ട്. തന്നെയുമല്ല എവിടെയും നമുക്കിതിൻ്റെ സോഴ്സുകൾ കണ്ടെത്താൻ, അന്വേഷിക്കാൻ ഒക്കെ വേറൊരാളെ ആശ്രയിക്കാതെ എല്ലാ തരത്തിലും പറ്റുമായിരുന്നിട്ട് പോലും കയ്യെത്തുന്ന ദൂരത്തുള്ളത് പലതും നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ബാങ്ക് എംപ്ലോയി ആണ്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് നോക്കാം. ഷാജഹാൻ, ഞാൻ മനസ്സിലാക്കുന്നത് ഷാജഹാൻ ഒരു മതവിശ്വാസിയല്ല എന്നാണ്. ഷാജഹാനെ ഒന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ എൻ്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ജന്മന ബ്ലൈൻഡ് ആണ്. ഞാൻ പഠിച്ചത് തൃശ്ശൂർ കേരളവർമ്മ കോളേജിലാണ്. പിന്നെ ഡിഗ്രി വരെ +2 വരെ മലപ്പുറത്ത് തന്നെയാണ്. ഡിഗ്രി തൃശ്ശൂർ കേരളവർമ്മ, PG MG യൂണിവേഴ്സിറ്റിയിൽ MA ഹിസ്റ്ററിയാണ് ഞാൻ പഠിച്ചത്. ഞാൻ 2018 മുതലാണ് സ്വതന്ത്ര ചിന്തയിലേക്ക് വന്നത്. അതിന് മുമ്പ് തന്നെ ഞാനൊരു 2016-17 ആയപ്പോഴാണ് എനിക്ക് ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഒരു വിശ്വാസത്തിലും ഞാൻ അനുഷ്ഠിച്ചിരുന്നതിലും ആചാരങ്ങളിലും സംശയം തോന്നിയത്. അങ്ങനെയാണ് ഞാനിതിനെ ക്രിട്ടിക്കലായിട്ട് വായിക്കാനും മറ്റുമൊക്കെ തുടങ്ങിയത്. അങ്ങനെ 2019 എൻ്റെ ആദ്യ പ്രോഗ്രാം ഞാൻ ചെയ്തത് കാഴ്ചയില്ലാത്തവരുടെ ജീവിതവും തിരുത്തപ്പെടേണ്ട ധാരണകളും. അത് ന്യൂറോൺസിൽ യൂട്യൂബ് കിടപ്പുണ്ട്. പിന്നെ ഒരു പ്രോഗ്രാം വന്നത് ചാനൽ 13.8 ജൂലൈ 2 വൈകുന്നേരം 7 മണിക്ക് റിലീസായതും കിടപ്പുണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ പബ്ലിക്കായിട്ട് പ്രോഗ്രാം ചെയ്തത്. ഷാജഹാൻ, താങ്കൾ ജനിച്ച മതം താങ്കൾ ഉപേക്ഷിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ സംഹിതകളിൽ, പ്രമാണങ്ങളിൽ എന്തൊക്കെയോ അപാകതകൾ താങ്കൾക്ക് തോന്നിയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കണമല്ലോ താങ്കൾ ആ മതം ഉപേക്ഷിക്കാനുള്ള കാരണം. ശരിക്ക് താങ്കൾക്ക് ആ മതത്തിലുണ്ടായ അല്ലെങ്കിൽ താങ്കൾ അനുഭവിച്ച, താങ്കൾ പഠിക്കുകയും അറിയുകയും ചെയ്ത പോരായ്മകൾ എന്തായിരുന്നു എന്നൊന്ന് പറയാമോ? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷാജഹാൻ. ഞാനൊരു ബാങ്ക് എംപ്ലോയി ആണ്. എൻ്റെ സ്വദേശം മലപ്പുറത്താണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഞാൻ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഒരു യുക്തിവാദി ആയതെന്ന്. സാധാരണ എല്ലാവരും ഒരു യുക്തിവാദിയെ കണ്ടാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണിത്.
ഞാനിതിന് ഞാൻ ഒരിക്കൽ ചാനൽ 13.8 എന്ന യൂട്യൂബ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഗൈഡിങ് ലൈറ്റ് ഫ്യൂസ് ഗ്രേറ്റർ ചേഞ്ച് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടുത്ത എപ്പിസോഡ് വരുമ്പോൾ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിൽ പറയാത്ത കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. ഞാൻ യുക്തിവാദിയാകാനുണ്ടായ കാരണം ഞാൻ ഈ മതം പഠിച്ചത് കൊണ്ടാണ്. ഞാൻ ആദ്യം ഒരു വിശ്വാസി തന്നെയായിരുന്നു. പിന്നെ എൻ്റെ കുടുംബത്തിലും സമൂഹത്തിലും കണ്ട ഡിസ്ക്രിമിനേഷനാണ് എന്നെ യുക്തിവാദിയാക്കിയത്. അതിനുശേഷം ഞാൻ ഖുർആൻ വായിച്ചു. ഖുർആൻ വായിച്ചപ്പോൾ മനസ്സിലായി ഇതൊരു ബാലമംഗളം പോലെ വായിക്കേണ്ട ഒരു കോമഡി പുസ്തകമാണെന്ന്. കാരണം സൂറത്തുൽ ബക്കറ തന്നെ നോക്കിയാൽ അതിൻ്റെ ഒരു അഞ്ചാറ് വരികൾ ആയത്തുകൾ കഴിഞ്ഞാൽ ബാക്കി എല്ലാം തെറികളാണ്. ഈ വിശ്വസിക്കാത്തവരെ കുറിച്ചുള്ള തെറികളാണ് അതിൽ പറയുന്നത്. വിശ്വസിക്കാത്തവരെ കുറിച്ച് നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് വിശ്വസിച്ചില്ല. പിന്നെ ഈ മൂസായുടെ ചരിത്രം അങ്ങനെ നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾക്ക് അത് ചെയ്തു ഇത് ചെയ്തു, മൂസാനെ കൊണ്ട് പശുവിനെ അർപ്പിച്ചു. പിന്നെ പറയുന്നത് സ്ത്രീകളുടെ സ്വത്ത്, സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് കൊടുക്കുന്ന അത്ര സ്വത്ത് പാടില്ല, പകുതിയെ കൊടുക്കാവൂ, സ്ത്രീ പുരുഷന്റെ കീഴിലാണ്. എന്തിനധികം പറയണം, ഇസ്ലാമിന്റെ സ്ത്രീ വിവേചനം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സാക്ഷിക്ക് പോലും ഒരു പുരുഷനാണെങ്കിൽ 2 സ്ത്രീ എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ഡിസ്ക്രിമിനേഷനാണ് ഈ സമൂഹത്തിൽ ഇസ്ലാം കൊണ്ടുവന്നത്. അതിനെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് വെളുപ്പിച്ചാലും അത് ആധുനിക മൂല്യത്തിന് ചേർന്നതല്ല. അന്ന് പ്രസക്തമായിട്ടിരിക്കാം, പക്ഷെ അത് ഇന്നത്തെ ഒരു ആധുനിക മൂല്യത്തിന് ചേർന്നതല്ല. എത്രയോ ആൾക്കാർ, സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, അവരൊക്കെ ഇസ്ലാം മതത്തിലേക്ക് ധാരാളമായി കൊണ്ടുവരുന്നുണ്ട്. ഈ മതത്തിന്റെ മഹത്വവും മറ്റും മനസ്സിലാക്കി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ മതത്തിന് ഇത്തരം മഹത്വങ്ങളൊന്നും ഇല്ല എന്നാണോ ഷാജഹാൻ പറയുന്നത്? ശരിക്കും ഷാജഹാൻ പഠിക്കേണ്ടുന്ന സ്രോതസ്സുകളിൽ നിന്ന് മതം പഠിക്കാതെ എവിടെ നിന്നോ ആരൊക്കെയോ പറഞ്ഞത് കേട്ട്, അതല്ലെങ്കിൽ താങ്കൾക്കും മനസ്സിലാകാത്തതിൻ്റെ പേരിൽ ഇസ്ലാമിനെ കുറ്റം പറയേണ്ടതുണ്ടോ? ഒരുപാട് ആൾക്കാർ ഇസ്ലാം വിടുന്നു, കുറെ ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കുന്നു. എന്ത് തന്നെ ആയാലും ശരി, മതം വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇസ്ലാം യൂറോപ്യൻ കൺട്രീസിലൊക്കെ നോക്കൂ, ധാരാളം ആൾക്കാർ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരുപാട് മതങ്ങൾ ലോകത്തുണ്ട്, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്കാണ് വരുന്നത് എന്ന് ഇസ്ലാമിക സദസ്യർ പറയുന്നു എന്നാണല്ലോ. ഇവിടെ ലോകത്ത് ഭൂരിപക്ഷം വരുന്നത് ക്രിസ്തുമതമാണ്. അതുകൊണ്ട് ക്രിസ്തുമതം ശരിയാകണമെന്നുണ്ടോ? അപ്പോൾ ഒരുപാട് മതങ്ങളുണ്ട്, അതിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു എന്നതുകൊണ്ട് ഇസ്ലാം ശരിയാകണം എന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇസ്ലാം പ്രചാരകർ ഇന്ന് പ്രചരിപ്പിക്കുന്നത് മതത്തെ പെയിൻ്റ് അടിച്ച് വെളുപ്പിക്കുകയാണ് ചെയ്യുന്നത്, വ്യാഖ്യാനിച്ച് വെളുപ്പിക്കും. അവർ പറയുന്നത് ഇസ്ലാമിൽ ഈ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ വംശീയാധിക്ഷേപം, കറുത്തവൻ വെളുത്തവൻ എന്നുള്ള വേർതിരിവൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഇവർ പോയിട്ട് എന്ത് ചെയ്യും, ഇസ്ലാമിൽ സമത്വമാണ്, ഇങ്ങനെ ഒരു ഉച്ചനീചത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് ലഘുലേഖയൊക്കെ കൊണ്ട് കൊടുക്കും. ഈ ഇല്ലാത്ത ഹദീസുകളൊക്കെ എഴുതി ഉണ്ടാക്കി കൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ ഇസ്ലാമിനെ കുറിച്ചൊന്നും പഠിക്കാത്ത കുറച്ച് ആളുകളുണ്ട്, ഈ വംശീയാധിക്ഷേപം നേരിടുന്ന കുറച്ച് ആളുകൾ. അവർ തെറ്റിദ്ധരിച്ചിട്ട് ഇതിൽ പെട്ടുപോകുന്നു എന്നുള്ളത് ശരിയാണ്. ഇസ്ലാമിൻ്റെ അവിടെ സമത്വം, അടിമയും ഉടമയും തമ്മിൽ വേർതിരിവില്ലേ? പിന്നെ മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് പ്രത്യേക പരിഗണന മുസ്ലിംസിൻ്റെ സുന്നികൾ കൊടുക്കുന്നുണ്ട്. മുജാഹിദുകളുടെ ഒരു വിഭാഗം അങ്ങനെ ഇല്ല എന്ന് പറയുന്നു. അത് പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ മുസ്ലിംസിൽ അങ്ങനെ ഉണ്ട്. മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുടുംബത്തെ സ്നേഹിക്കാനാണ് നിങ്ങൾക്ക് ഏറ്റവും പുണ്യം കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എവിടെ സമത്വം? പിന്നെ സ്ത്രീ പുരുഷ സമത്വം എവിടെയാണ് ഇസ്ലാമിൽ? ഞാൻ നേരത്തെ പറഞ്ഞു, സ്വത്ത് കൊടുക്കുന്നതിൽ പുരുഷന് കിട്ടുന്നതിൻ്റെ പകുതിയെ സ്ത്രീക്ക് കിട്ടുന്നുള്ളൂ. സാക്ഷിക്ക് സ്ത്രീ 2 സാക്ഷി വേണം ഒരു പുരുഷൻ്റെതിന്. പാകിസ്ഥാനിൽ ഇലക്ഷൻ്റെ ഒരു ചർച്ച നടന്നപ്പോൾ അവിടുത്തെ പണ്ഡിതന്മാരെ വെച്ചിട്ട് ചർച്ച ചെയ്തു അവിടുത്തെ ഭരണാധികാരികൾ. അപ്പോൾ എന്ത് പറഞ്ഞു വെച്ചാൽ, സ്ത്രീയെ ജനാധിപത്യത്തിൽ പങ്കാളിത്തം ഉറപ്പിക്കുക, പക്ഷേ പുരുഷൻ്റെ ഒരു വോട്ടിന് സ്ത്രീയുടെ 2 വോട്ട് ആയിട്ട് കണക്കാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇസ്ലാമിൽ സമത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ഇസ്ലാമിൽ ജാതീയത നിലനിൽക്കുന്നുണ്ട്. കാരണം മുജാഹിദ്, സുന്നി ഇവർ പറയും ഞങ്ങൾ ആശയപരമായിട്ടുള്ള വ്യത്യാസമാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അതുതന്നെയാണ് ജാതീയത. ക്രിസ്ത്യൻസിൻ്റെ എല്ലാ മതത്തിലും ജാതീയതകൾ നിലനിൽക്കുന്നുണ്ട്.
അപ്പോൾ ഇസ്ലാം വളരുന്നു അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ആളുകൾ കൂടുതൽ വരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ആ മതം ശരിയാകണമെന്നില്ല. ഇവിടെ ആയുർവേദത്തിലേക്കും ഹോമിയോയിലേക്കും ആളുകൾ പോകുന്നുണ്ട്. അതുകൊണ്ട് ആയുർവേദം, ഹോമിയോപ്പതി എല്ലാം ശരിയാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അപ്പോൾ അതിനോട് എനിക്ക് ഒരഭിപ്രായം ഇല്ല. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. അതാണ് ആ വിഷയത്തിൽ എനിക്ക് പ്രതികരിക്കാനുള്ളത്. ഈ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ രണ്ട് രീതിയിൽ കാണേണ്ടതെന്ന്. ഒന്ന് ബയോളജിക്കലായിട്ടുള്ള വളർച്ച, ഒന്ന് ഐഡിയോളജിക്കലായിട്ടുള്ള വളർച്ച. ഐഡിയോളജിക്കലായിട്ട് ഇസ്ലാം ഒരിക്കലും വളരുന്നില്ല. ബയോളജിക്കലായിട്ട് ജനസംഖ്യ ലോകത്ത് മൊത്തത്തിൽ കൂടുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളിലും ജനസംഖ്യ കൂടുന്നു. ദരിദ്ര രാജ്യങ്ങളിലൊക്കെ കുടുംബാസൂത്രണത്തിൽ മുസ്ലിങ്ങൾ പിന്നോക്കം തന്നെയാണ്. അതാണ് വളർച്ച എന്ന് പറയുന്നത്. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആളുകൾ മതത്തിലേക്ക് വരുന്നു എന്ന് കൊട്ടിഘോഷിക്കുന്നതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യത്തുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് മതത്തോടൊന്നും താല്പര്യമില്ല. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ സംസ്കാരത്തോടും ഐക്യപ്പെടുന്ന ഒരു വിശാല മനസ്കത അവർക്കുണ്ട്. ഇപ്പോൾ ന്യൂസിലൻഡിലെ പള്ളിയിൽ വെടിവെപ്പ് നടന്നപ്പോൾ ജസീന്ത മുസ്ലിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അവർ മതം ഉണ്ടായിട്ടില്ല, അവരൊരു എത്തീസ്റ്റ് ആണെന്ന് പരസ്യമായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ ഇന്ത്യ രാജ്യത്തൊക്കെ വന്നിട്ട് ഈ ആൾ ദൈവങ്ങളുടെ ആശ്രമങ്ങളിലും ഒക്കെ വന്നിട്ട് അവിടെ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ സായിപ്പന്മാരും മദാമ്മമാരും കാണിക്കുന്നുണ്ട്. അവരത് സീരിയസ് ആയിട്ട് എടുത്തിട്ടല്ല, അവരതൊരു പാഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഐഡിയോളജിക്കലായിട്ട് ഇസ്ലാം ഒരിക്കലും വളരുന്നില്ല. ഇനി ലോകത്തിൽ വളരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പകുതി പോലും ഇസ്ലാമിലേക്കുള്ള കൺവേർഷൻ ഇന്ന് വരുന്നില്ല. ബയോളജിക്കലായിട്ടും വളരുന്നുണ്ട്, അതെല്ലാ ജനങ്ങളും വളരുന്നുണ്ട്, കൂട്ടത്തിൽ മുസ്ലിംസും വളരുന്നുണ്ട്. വളർച്ച എന്ന് പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതൊരു വളർച്ച ഞാൻ കാണുന്നില്ല. മറ്റുള്ള ഏതു മതങ്ങളെക്കാൾ ഇസ്ലാമാണ് സ്ത്രീകൾക്ക് വളരെയേറെ മഹത്വം കൽപ്പിക്കപ്പെടുന്നത്. സ്ത്രീകളെ ആദരിക്കുന്ന മറ്റേതു മതത്തേക്കാൾ ഇസ്ലാം മതം തന്നെയാണ് മുന്നിൽ എന്നാണ് ഇസ്ലാമിക പ്രഭാഷകർ പറഞ്ഞു നടക്കാറുള്ളത്. അപ്പോൾ സ്ത്രീകൾക്ക് ഇസ്ലാമിൽ ഈക്വാലിറ്റി ഇല്ല എന്നാണോ ഷാജഹാൻ പറഞ്ഞു വരുന്നത്? പിന്നെ ഈ സ്ത്രീ സമത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയേണ്ട ഒരു വിഷയമാണ് യൂണിഫോം സിവിൽ കോഡ്. അതായത് സ്ത്രീകളുടെ സ്വത്ത് മാത്രമല്ല, സ്ത്രീകളുടെ വിവാഹത്തിൻ്റെത് എങ്ങനെയാണ്, സ്ത്രീകളെ തൊലാക്ക് ചൊല്ലിയ പിന്നീട് ചെലവിന് കൊടുക്കണ്ട എന്നൊരു ഇതാണല്ലോ ഇസ്ലാമിലുള്ളത്. ഇസ്ലാം നിയമം, ഇവിടെ ഇന്ത്യൻ നിയമം ഞാൻ പറയുന്നില്ല, ഇസ്ലാമിക നിയമപ്രകാരം സ്ത്രീയെ വിവാഹമോചനം കഴിച്ചാൽ പിന്നീട് അവർക്ക് ചെലവിന് കൊടുക്കണ്ട എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. 3 മാസം ഇദ്ധരിക്കണം, അങ്ങനെ എന്തൊക്കെ കണക്കൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇസ്ലാമിൽ പിന്നെ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ പിന്നീട് അവർക്ക് ചെലവിന് കൊടുക്കണ്ട, മരണം വരെയും ചെലവിന് കൊടുക്കേണ്ട ബാധ്യത ഇസ്ലാമിലില്ല എന്നാണ്. അതുകൊണ്ടാണല്ലേ ഈ ഷാബാനു കേസൊക്കെ വന്നത്. പിന്നെ ഒരിക്കൽ ഉമ്മു ഹുമൈദിൻ സായിദി എന്ന് പറയുന്ന സ്ത്രീ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്കും പള്ളിയിൽ പോകണമെന്ന് ഈ മുഹമ്മദ് നബിയോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വീടാണ് ഉത്തമം, നിങ്ങൾ പള്ളി വരേണ്ടതില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് പള്ളിയിൽ ആരും പോകണം എന്നല്ല ഞാൻ പറയുന്നത്, പുരുഷന്മാർ പോകുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കും പോകാനുള്ള അവകാശം കൊടുക്കണം. അതാണ് ഇക്വാളിറ്റി എന്ന് പറയുന്നത്. അതിനിവർ പറയുന്നത് വീട്ടിലിരുന്നാൽ മതി, പുറത്തിറങ്ങിയ പീഡനം ഉണ്ടാവുന്ന, അതൊന്നും യുക്തിസഹമായിട്ടുള്ള ന്യായങ്ങളല്ല. അതൊന്നും ഒരു സ്ഥലത്തും ഇവർക്ക് പുറത്തിറങ്ങിയാൽ മാത്രമേ പീഡനം ഉണ്ടാവും, വീട്ടിലിരുന്ന ഇതുണ്ടാവില്ല എന്നൊന്നും ഇവർക്ക് തെളിയിക്കാൻ കഴിയില്ല. അപ്പോൾ സമത്വത്തെക്കുറിച്ചൊക്കെ ആ വിഷയത്തിൽ അതാണ് പറയുന്നത്. ഏതെങ്കിലും മുല്ലമാരുടെ വഷളു പരമ്പരകൾ കേട്ടിട്ടാണോ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്? ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ ആധികാരികമായ പ്രമാണങ്ങൾ വച്ചിട്ടല്ലേ. ഇപ്പം എക്സാമ്പിളായിട്ട് മാനവരിൽ മഹോന്നതനായ പ്രവാചകനാണ് ഇസ്ലാം മത സ്ഥാപകൻ എന്നാണ് ഏതാണ്ട് വലിയൊരു വിഭാഗം മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിലൂടെയാണ് ശരിക്കും മതം പഠിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശരിക്ക് താങ്കൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? അതിനെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതോ ഏതെങ്കിലും ഇസ്ലാം വിട്ട ആൾക്കാർ, എന്നെ പോലെയുള്ള ആൾക്കാർ പറയുന്ന ഏതെങ്കിലും തുമ്പും വാലും കേട്ട് ഇസ്ലാം മതം വിട്ടതാണോ? അതുകൊണ്ടാണോ താങ്കൾ ഇസ്ലാമിനെ കുറിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്?
പിന്നെ നിങ്ങൾ ചോദിച്ചു ഇസ്ലാമിനെ പഠിക്കേണ്ടത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്നല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പ്രഭാഷണ പരമ്പരകളിൽ നിന്നാണോ എന്ന് നിങ്ങൾ ചോദിച്ചു. അതിനുത്തരം ഇസ്ലാമിനെ ഞാനൊക്കെ ഇപ്പോൾ പഠിക്കുന്നത് ഇതിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് തന്നെയാണ്, ഈ ഇൻ്റർനെറ്റ് സുലഭമായതോടുകൂടെ. കാരണം ഇതിൻ്റെ പ്രമാണങ്ങളൊക്കെ ഇൻ്റർനെറ്റിലും മറ്റുമൊക്കെ ലഭ്യമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ ആദ്യ പ്രമാണം ഖുർആനാണല്ലോ. ഖുർആൻ ആദ്യ വായനയിൽ തന്നെ നമ്മൾ വായിച്ചാൽ മനസ്സിലാവും ഇതൊരു ദൈവത്തിൻ്റെ ഗ്രന്ഥമല്ലാന്ന്. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇതിൽ മുഴുവൻ ഈ അവിശ്വാസികളെ തെറി പറയുന്നു. ഒരു ഭാഗത്ത് ദൈവം പറയുന്നു നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് നരകം, മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് നരകം നിറക്കാനാണെന്ന് പറയുന്നു. ഒരു ഭാഗത്ത് പറയുന്നു ദൈവം അതായത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രം ഹിദായത്ത് കൊടുക്കും എന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു ഉപ്പ ഒരു ബിരിയാണി കൊണ്ടുവന്നു ഒരു വീട്ടിലേക്ക്. ആ ബിരിയാണി കൊണ്ടുവന്നിട്ട് 2 മക്കളുണ്ട്. ഒരു മകന് ബിരിയാണി കൊടുത്തു, മറ്റൊരു മകന് ബിരിയാണി കൊടുത്തില്ല. എന്നിട്ട് ആ കൊടുക്കാത്ത മകനെ വിളിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന ബിരിയാണി നീ എന്തുകൊണ്ട് കഴിച്ചില്ല എന്ന് ചോദിക്കുന്നതിന് വല്ല അർത്ഥമുണ്ടോ? അപ്പോൾ ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ ഹിദായത്ത് കൊടുക്കൂ, എന്നിട്ട് ഹിദായത്ത് കിട്ടാത്തവരെ ശിക്ഷിക്കുക. അതെന്ത് വിരോധാഭാസമാണ്? നിങ്ങളൊരു സാധനം കൊടുത്തിട്ട് അവരതനുസരിച്ചില്ലെങ്കിൽ ശിക്ഷിച്ചോ. ഇത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഉദ്ദേശിക്കാത്തവർക്ക് കൊടുക്കൂല, അവരെ ഞാൻ ശിക്ഷിക്കുകയും ചെയ്യും. ഇതെന്ത് ന്യായം? അതാണ് ഇതൊരു ദൈവത്തിൻ്റെ ഗ്രന്ഥമല്ലാന്ന്. പിന്നെ ഇതിൻ്റെ ഈ ഖുർആൻ തന്നെ ഇസ്ലാമിൻ്റെ പ്രമാണം മുഴുവൻ പഠിക്കണമെന്ന്. ഇസ്ലാമിൻ്റെ പ്രമാണം മുഴുവൻ ഇപ്പോൾ ഈ ലോകത്തില്ല. ഈ ഖുർആൻ തന്നെ മുഴുവൻ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് ഉലൂമുൽ ഖുർആൻ എന്ന ശാഖയിൽ ആധികാരിക ഗ്രന്ഥമാണ് സുയൂത്തിയുടെ ഇത്ഖാനൊക്കെ. ഇത്ഖാനിലൊക്കെ ഇംഗ്ലീഷും മറ്റും അറബികളൊക്കെ ഒന്ന് കിട്ടും. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് ഖുർആനിൽ ഒരുപാട് അധ്യായങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ വ്യഭിചാരിയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതിൻ്റെ ആയത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഉമർ പറഞ്ഞത് ബുഖാരിയിലും മറ്റുമൊക്കെ ഉണ്ട്. അങ്ങനെ ആയത്തുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി ഇത് ഉമർ പറഞ്ഞത് ഇങ്ങനൊരു ആയത്ത് ഖുർആനിൽ ഉണ്ടായിരുന്നു, ഇതിനി നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. ഈ സൂറത്തുൽ അഹ്സാബ് അൽ ബഖറയോളം വലിയ സൂറത്തായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഉമർ ഒരാളോട് ചോദിച്ചിട്ടുണ്ട് ഇതിൽ എത്ര ആയത്തുണ്ടെന്ന് അറിയോ ചോദിച്ചു. അപ്പോൾ 72 73 എങ്ങാണ്ട് പറഞ്ഞിട്ട് പിന്നെ ഉമർ പറയുന്നു അല്ല, ഇത് 280ഓളം ആയത്തുണ്ടായിരുന്നു, ബാക്കി ആയത്ത് നഷ്ടപ്പെട്ടു പോയതാണ്. അതുപോലെ സൂറത്ത് തൗബയിൽ ബിസ്മി ഇല്ലാതെയാണല്ലോ ഓതുന്നത്. ബിസ്മി ഉൾപ്പെടെ കുറേ ആയത്തുകൾ നഷ്ടപ്പെട്ടു പോയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ ഖുർആൻ ഇവർ പറയുന്നത് ഖുർആനിന് വള്ളി പുള്ളി വ്യത്യാസമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല. 7 തരം ഖുർആൻ ഇന്ന് ലോകത്തുണ്ട്. സൗദിയിൽ ചെന്നാൽ മൊറോക്കോയിലെ പാസ്പോർട്ട് വേണ്ടി എന്നാൽ മൊറോക്കോക്കാർ ഉപയോഗിക്കുന്ന മുസ്തഫ് കിട്ടും. കാലൂൻ, വർഷ്, ദൂരി, ഹദ്സ്, ഇങ്ങനെ ഒരുപാട് ഖുർആനുണ്ട്. ഒരു ദൈവത്തിൻ്റെ ഗ്രന്ഥമാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് സംരക്ഷിക്കാൻ ദൈവത്തിന് കഴിയണ്ടേ? ആയത്തുകൾ നഷ്ടപ്പെട്ടു പോയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ ഖുർആൻ ഇവർ പറയുന്നത് ഖുർആനിന് വള്ളി പുള്ളി വ്യത്യാസമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല. 7 തരം ഖുർആൻ ഇന്ന് ലോകത്തുണ്ട്. സൗദിയിൽ ചെന്നാൽ മൊറോക്കോയിലെ പാസ്പോർട്ട് വേണ്ടി എന്നാൽ മൊറോക്കോക്കാർ ഉപയോഗിക്കുന്ന മുസ്തഫ് കിട്ടും. കാലൂൻ, വർഷ്, ദൂരി, ഹദ്സ്, ഇങ്ങനെ ഒരുപാട് ഖുർആനുണ്ട്. ഒരു ദൈവത്തിൻ്റെ ഗ്രന്ഥമാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് സംരക്ഷിക്കാൻ ദൈവത്തിന് കഴിയണ്ടേ? പിന്നെ ഒരേ രൂപത്തിൽ ഇത് ആക്കണ്ടേ? പാരായണ വ്യത്യാസം അല്ലാതെ അർത്ഥങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ട്. മിസ്കീന് മസാക്കീനാക്കുന്നു, അച്ചടിയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പം തന്നെ ഇതൊരു ദൈവത്തിൻ്റെ ഗ്രന്ഥമല്ല എന്നാണ്. ഇനി പ്രമാണങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങളുടെ ഒരു വാദത്തിന് സമ്മതിച്ചാൽ ഇസ്ലാമിക പ്രമാണം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഇതൊരു 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നൊരു കൊള്ളസംഘാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കേട്ടോ. കാരണം യുദ്ധം ചെയ്തും അടിമകളെ ബലാത്സംഗം ചെയ്തും കൊള്ള അടിച്ചു കൊണ്ടുവന്ന മുതലൂരി വെച്ചും ഇതൊക്കെ തന്നെയാണ്. അതൊക്കെ താരീഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ആമിന ബുക്ക് സ്റ്റാൾ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ ഇസ്ലാമിൻ്റെ ചരിത്രം മുഴുവൻ എഴുതിയിട്ടുണ്ട്. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇസ്ലാമിനെ പഠിക്കേണ്ടത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്നല്ലേ, നിങ്ങൾ പ്രഭാഷണ പരമ്പരകളിൽ നിന്ന് മാത്രമാണോ പഠിച്ചിട്ടുള്ളത് എന്ന്. ഞാൻ ആദ്യമൊക്കെ എൻ്റെ കയ്യിൽ ഇൻ്റർനെറ്റും മറ്റും ഇല്ലാത്ത കാലത്ത് ഈ പ്രഭാഷണങ്ങൾ തന്നെയാണ് കേട്ടിരുന്നത്. CD-കൾ വാങ്ങിച്ചിട്ട് അത് മാത്രമാണ് കേട്ടിരുന്നത്. പിന്നീട് എൻ്റെ കയ്യിൽ ഇൻ്റർനെറ്റൊക്കെ വന്ന് ഞാനൊരു PG ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതൊന്ന് വായിക്കണം എന്നെനിക്ക് തോന്നിയത്. അപ്പോഴാണ് ഞാൻ ഖുർആൻ മുഴുവൻ വായിച്ചത്, ഖുർആൻ്റെ പരിഭാഷ വായിച്ചത്. ആദ്യം മലയാളമാണ് വായിച്ചത്. അപ്പോൾ പരിഭാഷ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എൻ്റെ കാഴ്ചപ്പാട് ഇതൊരു ദൈവത്തിൻ്റെ ഗ്രന്ഥമല്ല. കാരണം ഇതിൽ ഇഷ്ടംപോലെ വിവേചനങ്ങളാണുള്ളത്. മക്കയിലാണെങ്കിൽ
ഒരുപാട് കവിതാ രൂപത്തിലുള്ള വചനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ പലതിനും വ്യക്തതയില്ല, വ്യക്തമായി പറയാത്ത വചനങ്ങൾ. പിന്നെ തെറി പറയാ, അതായത് അബ്തർ അങ്ങനെയുള്ള വാചകങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പറയുന്ന വാചകങ്ങൾ. ഉത്തുല്യം ബാദദാലിക സനീൻ വലീദ് ബിൻ മുഗീറ പറഞ്ഞതാണ്. പിന്നെ ദൈവം ഇസ്ലാമിലെ പടച്ചോൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ പരിചാരകനായിട്ട് മാറുകയാണ് മദീനയിൽ ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യം ഇതൊക്കെ പറയുന്നതാണ് ഖുർആനിലുള്ളത്. നിങ്ങൾ മുഹമ്മദ് നബി ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ നിങ്ങൾ കഴിച്ചിട്ട് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കരുത്, വേഗം പോകണം, അങ്ങനെയുള്ള വാചകങ്ങളാണ് ഖുർആനിലുള്ളത്. പിന്നീട് ഹദീസുകൾ പരിശോധിച്ചാൽ അതിലും ഇതൊക്കെ തന്നെയാണ് വിവേചനം. അവിടെ നമ്മൾ പരിശോധിച്ചാൽ മുഹമ്മദ് നബിയുടെ ഒരു പൊസസീവ്നെസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അതായത് നിങ്ങളെക്കാളും നിങ്ങളെ കുടുംബത്തെക്കാളും മറ്റാരേക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുസ്ലിം അല്ല എന്ന്. അപ്പോൾ അത് അദ്ദേഹത്തിന് സ്നേഹം കിട്ടുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, മൂത്താപ്പ സംരക്ഷിച്ച മൂത്താപ്പ മരിച്ചു, അങ്ങനെ അദ്ദേഹത്തിന് ഒരു പൊസസീവ്നെസ് കൊണ്ട് പറഞ്ഞതാവാം. അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. കാരണം ആരായാലും പൊസസീവ്നെസ് അനുഭവപ്പെട്ടാൽ അങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ ഇസ്ലാമിനെ പഠിച്ചിട്ടുള്ളത്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രങ്ങളും ഹദീസുകളും ഖുർആനും ഒക്കെ വെച്ചിട്ട് തന്നെയാണ്. എനിക്ക് കിട്ടാവുന്ന സോഴ്സുകൾ വെച്ചിട്ടൊക്കെ ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യ വായനയിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ മതം കാലഹരണപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ആദ്യ വായനയിൽ തന്നെ മനസ്സിലായി ഇത് കാലഹരണപ്പെട്ടതാണ്. 6-ാം നൂറ്റാണ്ട് കഴിഞ്ഞതോടുകൂടെ ഇതിന് പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, താങ്കൾ ഒരു നാസ്തികനാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ താങ്കൾ മതം ഉപേക്ഷിച്ചപ്പോൾ താങ്കളുടെ കുടുംബം, സമൂഹം, അവരിൽ നിന്നൊക്കെ താങ്കൾക്ക് അനുഭവിക്കേണ്ടി വന്ന എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? അതല്ലെങ്കിൽ താങ്കളുടെ ഈ നാസ്തികതയെ താങ്കളുടെ കുടുംബവും സമൂഹവും എങ്ങനെ നോക്കിക്കാണുന്നു? പിന്നെ നിങ്ങളുടെ ചോദ്യം, ഒരാൾ യുക്തിവാദി ആവുന്നതുകൊണ്ട്, ഇപ്പം ഞാൻ യുക്തിവാദി ആയതുകൊണ്ട് കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ എതിർപ്പുകളുണ്ടോ? ഏതൊരാൾ പാരമ്പര്യ വിശ്വാസത്തിൽ നിന്നും അവിശ്വാസിയായാൽ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും എതിർപ്പുകളുണ്ടാകും. അതിന് ഉദാഹരണം നമ്മുടെ ശാസ്ത്രലോകത്ത് തന്നെ ഉണ്ട്. കാരണം യൂറോപ്പിലാണ് ആദ്യമായിട്ട് എൻലൈറ്റൻമെൻറ്റിൻ്റെ അലയൊലികൾ തുടങ്ങിയത്. ആ ഒരു കാലത്ത് മതപുരോഹിതർ ഒരുപാട് സയൻറ്റിസ്റ്റുകളെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഭൂമി പരന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതിനും അങ്ങനെ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ആ കാലത്ത് കൊന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ മതങ്ങളും സമൂഹവും എപ്പോഴും എതിർപ്പുണ്ടാകും. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ മതങ്ങളും സമൂഹവും നേരിട്ട് ആക്രമിക്കൂല, നമ്മളെ കുടുംബങ്ങളെ വെച്ചിട്ടാണ് ഭീഷണിപ്പെടുത്തുക. അതാണ് മതങ്ങളും സമൂഹവും ചെയ്യുന്നത്. പക്ഷെ അത് ഇനി വരെ പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മതങ്ങൾ കുറഞ്ഞു വരുന്നു, ഈ എത്തീസം കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഞാനിപ്പോൾ കാണുന്നത്. കാരണം ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് വന്നതോടുകൂടെയാണ് ഈ വേദങ്ങളായാലും ഖുർആനായാലും ബൈബിളായാലും ഇത് ആളുകൾക്ക് ശരിക്കും കിട്ടാൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ ഈ ഖുർആൻ്റെയൊക്കെ പരിഭാഷകളും തഫ്സീറുകൾ ഇനി അറബിയിലാണെങ്കിൽ തന്നെ തഫ്സീറുകളും എല്ലാം ലഭിക്കാൻ തുടങ്ങിയത്. അത് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ആളുകൾ ഇതിന്ന് പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മതം ഇനി അധിക കാലം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ലോകത്ത്. പക്ഷെ നമ്മുടെ ഒരു സമൂഹം അത്ര അങ്ങോട്ട് എത്തിയിട്ടില്ല, ഈ ഇന്ത്യൻ സമൂഹം. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ സമൂഹം ഒരു ജനാധിപത്യ സമൂഹമായി വളർന്നിട്ടില്ല. ഇന്ത്യക്ക് പറ്റാത്തൊരു പ്രധാനമന്ത്രിയാണ് നെഹ്റു എന്നേ ഞാൻ പറയൂ. കാരണം നെഹ്റുവിനുണ്ടായിരുന്ന ആ സയൻറ്റിഫിക് ടെമ്പറോ ഒന്നും ഈ രാജ്യത്ത് ഉൾക്കൊണ്ടിട്ടില്ല. ഇപ്പോഴും നെഹ്റുവിൻ്റെ ആ ഒരു കുറച്ച് കാലത്ത് വികസനം ഉണ്ടായെങ്കിലും പിന്നീട് നമ്മളിപ്പോൾ പുറകോട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യം പുറകോട്ടാണ് നടക്കുന്നത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എനിക്കും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതിന് ഞാൻ വകവെക്കുന്നില്ല. ഞങ്ങളൊക്കെ ഒരു വീഡിയോ ഇടുമ്പോൾ സാധാരണ മതവിശ്വാസികൾ വന്നിട്ട് ഞങ്ങളെ നന്നായി തന്തയ്ക്ക് വിളിക്കാറുണ്ട്, അപരാധങ്ങൾ പറയാറുണ്ട്, ഒരുപാട് തെറിവിളികളും പുലഭ്യവും അപഹാസ്യങ്ങളും ഇല്ലാ കഥകളും എമ്പാടും പറയാറുണ്ട്. എത്രയോ പൂർവികരെ അവർ ചീത്ത പറയാറുണ്ട്. എൻ്റെയൊക്കെ വാപ്പൻ്റെ ഒക്കെ ചീത്ത പറയാറുണ്ട്. പക്ഷേ അതുപോലെ തന്നെ
നാസ്തികരിൽ നിന്ന്, അതായത് യുക്തിവാദികളിൽ നിന്നും അതേ തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ഒരാൾ തന്തയ്ക്ക് വിളിച്ചാൽ ഉടനെ തന്നെ അവനെയും തിരിച്ച് തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ രണ്ടിൽ നിന്നും നമ്മുടെ സമൂഹത്തിന് കിട്ടുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ ചോദിച്ചത് ഒരു കണക്കിന് ശരിയാണ്. ഞാനും കണ്ടിട്ടുണ്ട് പല പ്രഭാഷണങ്ങളുടെ താഴെയും വിശ്വാസികൾ വന്ന് തെറി പിടിക്കും. അതിന് ഈ സ്വതന്ത്ര ചിന്തകരെന്ന് പറയപ്പെടുന്നവർ തിരിച്ചും അതേ തെറി ഭാഷയിൽ മറുപടി പറയുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ടും എൻ്റെ ഒരു കാഴ്ചപ്പാടത് സ്വതന്ത്ര ചിന്തകർ തന്നെ ആണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം കമൻറ്റ് കണ്ടിട്ട് ഒരാൾ സ്വതന്ത്ര ചിന്തകനാണോ എന്ന് പലപ്പോഴും വിലയിരുത്താൻ പറ്റില്ല. കാരണം ഇപ്പം ഞാൻ വിശ്വാസികൾ വേണമെങ്കിൽ ഈ രണ്ടുപേരെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി വിശ്വാസികൾക്കോ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർക്കോ ആർക്ക് വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ തെറിയിടാം. സ്വതന്ത്ര ചിന്തകരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, വിശ്വാസം എന്നുള്ളത് ഒരു പ്രത്യേക മാനസിക അവസ്ഥയാണ്. നമ്മൾ എന്ന് ജനിക്കുന്നോ അന്ന് മുതൽ ഈ മുത്തശ്ശി കഥകളും മദ്രസകളിലും പോയി ഇത് തലയിൽ കുത്തി വെക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ രാജ്യത്തുള്ളത്. അങ്ങനെ ആ വിശ്വാസം ഒരു ദിവസം അത് തെറ്റാണെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വൈകാരികമായി പ്രതികരിക്കണമെന്ന് തോന്നാം. അത് മനുഷ്യ സഹജമാണ്. പെട്ടെന്ന് നമുക്കറിയാത്ത എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്താൽ നമ്മളത് വൈകാരികമായി തന്നെ പ്രതികരിക്കും. അപ്പോൾ സ്വതന്ത്ര ചിന്തകർ ചെയ്യേണ്ടത്, അങ്ങനെ ആളുകൾ വൈകാരികമായി പ്രതികരിച്ചാൽ അതിന് നമ്മൾ മാന്യമായാണ് മറുപടി പറയേണ്ടത്. കാരണം മതം എന്ന ഭ്രാന്തിനെ ചികിത്സിച്ച് മാറ്റണമെങ്കിൽ അത് വളരെ സാവധാനം മാത്രമേ പറ്റൂ. അപ്പോൾ സ്വതന്ത്ര ചിന്തകരും അതേ തെറിക്കുത്തരം മുറിപ്പത്തരം എന്ന രൂപത്തിൽ മറുപടി കൊടുത്താൽ ആളുകൾക്ക് കൂടുതൽ അവരുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാനേ കഴിയുള്ളൂ. നമ്മൾ അവരോട് സ്നേഹത്തോടു കൂടെ മറുപടി പറഞ്ഞാൽ മാത്രമേ അവരവരുടെ മതഗ്രന്ഥങ്ങളൊന്ന് വായിച്ചു നോക്കാൻ തയ്യാറാവൂ. പിന്നെ സ്വതന്ത്ര ചിന്തകര് അന്ധമായിട്ടുള്ള അനുകരണമല്ലേ മതം. ഞാൻ ആരെയും അനുകരിക്കാറില്ല. അങ്ങനെ അനുകരിക്കുന്നവരൊരു സ്വതന്ത്ര ചിന്തകരാണെന്ന് ഞാൻ എന്തായാലും പറയില്ല. അപ്പൊ പിന്നെ മതവും ഇതും തമ്മിലൊരു ഡിഫറൻസും ഇല്ല. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായിട്ടാണ് ചിന്തിക്കേണ്ടത്. അത് സൊസൈറ്റിക്കും അവനവനും ഉപദ്രവമില്ലാത്ത രൂപത്തിൽ നമ്മൾ ചിന്തിച്ച് ജീവിക്കുന്നതിനാണ്, ശാസ്ത്രീയപരമായി ചിന്തിച്ച് ജീവിക്കുന്നതിനാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. വൈകാരികമായി അല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്, വസ്തുനിഷ്ഠമായും സ്നേഹത്തോടു കൂടെയാണ് വിശ്വാസികളോട് നമ്മൾ സംവദിക്കേണ്ടത്. സമയക്കുറവുള്ളത് കൊണ്ട് 2 ചോദ്യം ഒരുമിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, താങ്കൾ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ മുഹമ്മദ് നബി ഒരു സത്യസന്ധനല്ല എന്നും അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയതാണ് ഈ ഇത് എന്നൊക്കെ താങ്കൾ മനസ്സിലാക്കുന്നുണ്ട്? ഒന്ന്. 2, താങ്കൾ മാരീഡ് ആണോ? അത് മറ്റുള്ളവർക്ക് അറിയാനുള്ള ആകാംക്ഷയുണ്ടല്ലോ, എനിക്കറിയാമെങ്കിലും. അപ്പോൾ താങ്കൾക്ക് മക്കളുണ്ടോ? താങ്കളുടെ കുടുംബ പശ്ചാത്തലം ഒന്ന് പറയാമോ? മുഹമ്മദ് നബി സത്യസന്ധനാണോ എന്നാണ് ചോദ്യം. അദ്ദേഹം സത്യസന്ധനായിക്കോട്ടെ, അദ്ദേഹം പറഞ്ഞ വസ്തുതകളെയാണ് നമ്മൾ വിമർശിക്കുന്നത്. അദ്ദേഹം സത്യസന്ധനാണോ അല്ലേ എന്നുള്ളത് എനിക്ക് വിഷയമല്ല. അദ്ദേഹം സത്യസന്ധനായിരുന്നിട്ട് അദ്ദേഹം വിശ്വസിച്ചിട്ടാണ് ഈ വെളിപാടുകളൊക്കെ ഇറക്കിയത്. അദ്ദേഹത്തിനൊരു മാനസികപരമായ ഒരു അവസ്ഥ ഉണ്ടായി. അദ്ദേഹം എനിക്കൊരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടാണ് ഈ വെളിപാടുകൾ ഇറക്കിയിട്ടുള്ളത് മുഴുവൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നന്മയില്ലേ എന്ന് ആണ് ചോദ്യം. മദീനയിൽ പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഈ മക്കയിലെ ഖുറൈശികളെ മുഴുവൻ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് വാളുകൊണ്ടാണ് ഈ ഇസ്ലാം മുഴുവൻ പിടിച്ചടക്കിയത്. മക്കയിൽ ചെന്നതിനേക്കാൾ ത്വരിതഗതിയിലാണ് മദീനയിൽ നിന്ന് ഇസ്ലാം വ്യാപിച്ചത്. അത് കൃത്യമായിട്ട് വാളുകൊണ്ട് പിടിച്ചടക്കിയതാണ്. പിന്നെ അദ്ദേഹം ചെയ്തത് എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയപരമായ പ്രവൃത്തികളാണ്. ദത്ത് നിർത്തലാക്കി, അതായത് ദത്തെടുത്താൽ അവരെ മക്കളെ പോലെ കാണാൻ പറ്റില്ല, അവർ മരിച്ചു പോയാൽ അവർക്ക് സ്വത്ത് കൊടുക്കാൻ പറ്റില്ല. അതിന് കാരണം മുഹമ്മദ് നബിക്ക് ഈ സൈനബിനോട് ഒരു ആഗ്രഹം തോന്നി, സെയ്ദിൻ്റെ ഭാര്യ സൈനബിനോട്. അപ്പോൾ സെയ്ദിനെ കൊണ്ട് വിവാഹമോചനം നടത്തിച്ച് അവരെ നിക്കാഹ് കഴിപ്പിച്ചു. അത് സൂറത്തുൽ അഹ്സാബിൽ പറയുന്നുണ്ടത്. ഞാൻ തനിക്ക് നിക്കാഹ് കഴിച്ചു വന്നു എന്നുണ്ട് സൂറത്തുൽ അഹ്സാബിൽ ആ ഒരു സംഭവം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഖുർആനായത്ത് ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ എന്താണ് ഒരു പ്രസക്തി? കാരണം നിങ്ങൾക്ക് അടിമകളെ ഹലാലാക്കി ഒരാൾ നിങ്ങളുടെ അടുത്ത്
ശരീരം ദാനം ചെയ്താൽ അതും നിങ്ങൾക്ക് ഹലാലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വിവാഹം കഴിക്കാമെന്നൊന്നും പറഞ്ഞു വരല്ലേ ആരും. വിവാഹം കഴിച്ച ഭാര്യമാരെയും നിങ്ങൾക്ക് ഹലാലാക്കി തന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്ത് തുടങ്ങുന്നത് തന്നെ. അഹ്സാബിലെ ആയത്താണതും. 50, 52, 50, 51, 52, 53 നോക്കിയാൽ മതി. അതാണ് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ മതം എന്ന് പറയുന്നത് ഒരു ആധുനിക മനുഷ്യന് ജീവിക്കാൻ ആവശ്യമില്ലാത്തൊരു സംഭവം മാത്രമാണ്. പിന്നെ നിങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് മക്കളുണ്ടോ, മാരീഡ് ആണോ എന്ന്. ഞാനിപ്പോൾ മാരീഡ് അല്ല. എനിക്കൊരു സ്വതന്ത്ര ചിന്തകയായിട്ടുള്ള ആളെ കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം. ഞാനൊരു ബ്ലൈൻഡാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം ഞാൻ എൻ്റെ ചാനൽ 13.8 ആ ഒരു എപ്പിസോഡ് മാത്രമേ ഇൻ്റർവ്യൂ വന്നിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുകളും വരും. നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാൻ സമയം കളയുന്നില്ല, പറഞ്ഞത് തന്നെ പറഞ്ഞ് സമയം കളയുന്നില്ല. പിന്നെ ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യുന്നതാണ് ചോദ്യം. ഞാൻ എൻ്റെ ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹം. അല്ലെങ്കിൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അവരെന്തെങ്കിലും ചെയ്യട്ടെ, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇത്രയും നേരം എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇങ്ങനൊരു അവസരം തന്നതിന് ജാമിദ ടീച്ചർക്ക് നന്ദി. പിന്നെ എൻ്റെ ഈ പരിപാടി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ആ ചാനൽ 13.8 ആ ഒരു ലിങ്ക് ടീച്ചർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത എപ്പിസോഡുകൾ ഓരോന്നോരോന്നായിട്ട് കാണാനും പറ്റും. പൊതുവിൽ വരുന്നൊരു ചോദ്യമാണ്, യുക്തിവാദികൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? ധാർമ്മികത അളക്കാനുള്ള അളവുകോൽ എന്താണ്? മറ്റു മതവിശ്വാസികൾക്കൊക്കെ ഒരു ഗ്രന്ഥമെങ്കിലുമുണ്ട്. യുക്തിവാദികളുടെ ജീവിതം എങ്ങനെയാണ്, എന്തനുസരിച്ചിട്ടാണ് മെച്ചപ്പെടുത്തുന്നത്? പിന്നെ നിങ്ങൾ ചോദിച്ചു മതം ഇല്ലാതെ എങ്ങനെ ജീവിക്കും, യുക്തിവാദികൾക്ക് എന്താണ് ജീവിത പദ്ധതിയായിട്ടുള്ളത്, എങ്ങനെ നിങ്ങൾ ധാർമ്മികത കണക്കാക്കും എന്ന്. ഈ ധാർമ്മികത എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെയും സംഭാവനയല്ല. അതാത് മതങ്ങൾ ഏത് സമൂഹത്തിൽ ഉത്ഭവിച്ചോ അവിടുത്തെ ധാർമ്മികത അവർ പെറുക്കിയെടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ അതിൽ നിന്ന് പിറകോട്ടോ മുന്നോട്ടോ മതം സഞ്ചരിക്കുന്നില്ല. അപ്പോൾ 6-ാം നൂറ്റാണ്ടിൽ എന്തുണ്ടായോ ആ ഒരു ധാർമ്മികതയേ ഉള്ളൂ ഇസ്ലാമിന്. ഗോത്ര യുദ്ധം ചെയ്യുക, അതാണല്ലോ ഖുറാനിലൊക്കെ പറയുന്നത്. യുദ്ധം ചെയ്യാനും നിങ്ങൾ മറ്റവരെ, ഇസ്ലാം മതം മാത്രമാണ് ശരി, മറ്റവരെ പതിയിരുന്ന് കൊല്ലുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ധാർമ്മികത ആരും ഇതാക്കിയതല്ല. പിന്നെ യുക്തിവാദികൾക്ക് ഒരു വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അതൊരു ചിന്താരീതിയാണ്. കാലത്തിനൊത്തും ശാസ്ത്രീയമായും സ്വതന്ത്രമായും ചിന്തിക്കുന്ന ഒരു ചിന്താ പദ്ധതിയാണ് എത്തീസം എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ നമുക്കും ഉപദ്രവമില്ലാതെ ചിന്തിക്കുക. ഇനിയിപ്പോൾ ഒരു വിശുദ്ധ ഗ്രന്ഥം വേണമെന്ന് തന്നെ വെച്ചോ, മനുഷ്യാവകാശ പ്രഖ്യാപന രേഖ, അത് ഈ നിങ്ങൾ പറയുന്ന ഈ ഖുർആാനിനേക്കാളും എത്രയോ ഇരട്ടി വിശുദ്ധമാണ്. അതിൻ്റെ ഒരു അംശം പോലും ഖുർആാനോ ഗീതയോ ബൈബിളോ ഒന്നും എത്താൻ പോകുന്നില്ല. അതാണ് ആ വിഷയത്തിൽ പറയാൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരിച്ചാൽ അയാളെ പള്ളിയിൽ അടക്കം ചെയ്യണം. പലരും അതിനെ ഭയക്കാറുണ്ട്. അതിനെ ഷാജഹാൻ എങ്ങനെ കാണും? ഞാൻ മരിച്ചാൽ എൻ്റെ ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ. അതല്ലെങ്കിൽ നാട്ടുകാർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അവർ ചെയ്യട്ടെ. പിന്നെ മാരേജ് ഒരു സ്വതന്ത്ര ചിന്തകയെ പാർട്ട്ണറായി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. ഭാര്യ എന്ന പദം ഞാൻ ഉപയോഗിക്കാറില്ല, അത് ഭരിക്കപ്പെടുന്നവൾ എന്നാണ് അർത്ഥം. ഞാൻ പങ്കാളി, പാർട്ട്ണർ എന്നൊക്കെയാണ് ഉപയോഗിക്കാറ്. അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ചാനൽ 13.8 ആ ഒരു ഇൻ്റർവ്യൂവിൽ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ എപ്പിസോഡുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അതിൻ്റെ ഓരോ എപ്പിസോഡിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക വന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ ഇത്രയും നേരം എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇങ്ങനൊരു അവസരം തന്ന ജാമിദ ടീച്ചർക്കും നന്ദി. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ എല്ലാ വിമർശനങ്ങളെയും ഞാൻ ഉൾക്കൊള്ളുന്നു. മറുപടി പറയാൻ അർഹിക്കുന്ന വിമർശനങ്ങളാണെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാം. ഷാജഹാന് വിശ്വാസികളായ നാസ്തികരായ നമ്മുടെ സുഹൃത്തുക്കളോട് എന്താണ് പറയാനുള്ളത്?
അപ്പൊ എനിക്ക് വിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഏതൊരു വിശ്വാസിയാകട്ടെ, നിങ്ങൾ നിങ്ങളെ മതത്തെക്കുറിച്ചും വേദഗ്രന്ഥത്തെക്കുറിച്ചും ഒന്ന് പഠിക്കാൻ തയ്യാറായാൽ മതി. ആ വേദഗ്രന്ഥം നിങ്ങൾ വരികൾക്കിടയിലൂടെ വായിക്കണം. അത് നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിചാരിച്ച് പാരായണം ചെയ്താൽ പോരാ. നിങ്ങളത് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഉത്ഭവിച്ച കാലഘട്ടവും അതിൻ്റെ ചരിത്രവും അതിൻ്റെ അവതരണ പശ്ചാത്തലങ്ങളും എല്ലാം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. ഈ ഖുർആനാണെങ്കിലും ഖുർആൻ്റെ ചുരുക്കിയ ഒരു ചരിത്രം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ പല വെളിച്ചപ്പാടുകളും ഉണ്ട്. അവര് ഇങ്ങനെ ഉത്സവങ്ങളിൽ പറയുന്ന അതേ വെളിച്ചപ്പാട് തന്നെയാണ് ഖുർആനിലും ഉള്ളത്. അതുപോലെ തന്നെയാണ് അന്ന് അറേബ്യയിലും 6-ാം നൂറ്റാണ്ടിൽ വിവിധ തരം വെളിച്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ഈ മുഹമ്മദ് നബി ഹിറാ ഗുഹയിലൊക്കെ പോയിരുന്ന് അങ്ങനെ അദ്ദേഹത്തിനൊരു മാനസികമായിട്ടുള്ള ഒരു പ്രത്യേക അവസ്ഥ വന്ന് അദ്ദേഹവും വിശ്വസിച്ചു, എൻ്റെ മുന്നിലൊരു അദൃശ്യ ശക്തി ഉണ്ട്, അതാണ് എനിക്ക് തരുന്നത് എന്ന വിശ്വാസ പ്രകാരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നുണ്ടായിട്ടുള്ള വെളിച്ചപ്പാടുകളാണ് ഈ ഖുർആനിലുള്ളത്. അതിനെ നമ്മൾ സൈക്കോളജിയിൽ പറയുകയാണെങ്കിൽ ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയും. അതായത് വ്യതിരക്ത ബോധാവസ്ഥ. ആ ഒരു ഇതിനാണ് അതിനെ പറയാം. അതിന് നിങ്ങൾ ഡോക്ടർ NM മുഹമ്മദ് അലിയുടെ മുഹമ്മദ് എന്ന മനുഷ്യൻ, ഖുർആൻ ഒരു മനഃശാസ്ത്ര ഗ്രന്ഥം, ഈ 2 പുസ്തകം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഖുർആനിലെ ബഹുരസം എന്താന്ന് വെച്ചാൽ, അന്ന് ഖുർആൻ കൊണ്ടുവന്ന ജിബ്രീൽ എന്ന ഒരു മലക്കാണ്. അപ്പോൾ ഈ മലക്കാണോ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ മുഹമ്മദ് നബിയുടെ ഭാര്യ ഖദീജ ചെയ്ത് നോക്കിയ പരീക്ഷണം, അന്ന് അറബികൾ ജാഹിലിയ കാലഘട്ടം എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന അറബികൾ ചെയ്യുന്ന അതേ പരീക്ഷണം തന്നെയാണ്. അതൊരു കോമഡിയാണ്. അപ്പോൾ ഖുർആൻ നിങ്ങളുടെ മതഗ്രന്ഥം ഒരാൾ വായിച്ചാൽ തന്നെ നിങ്ങളൊരാൾ എന്തായാലും ആ മതത്തിൽ നിന്നൊന്ന് പുറത്തു വരാൻ തയ്യാറാവും. നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇപ്പം ചില ആളുകൾക്ക് വിശ്വാസം ഒരു ആശ്വാസമാവും. ആ രൂപത്തിൽ അവർ വിശ്വസിച്ച് കൊള്ളട്ടെ, അത് സൊസൈറ്റിക്ക് ഉപദ്രവമാകരുത്. പക്ഷെ നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നതിന് മുന്നേ ഇതൊന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറായാൽ അത് നിങ്ങൾക്കൊരു പ്രചോദനമാവും. ഏതാണ്ട് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഷാജഹാൻ ഉത്തരം നൽകി കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഇതാണ്, മതം സ്വീകരിച്ച ആൾക്കാരുണ്ടല്ലോ, അവർ ഈ മതത്തിന്റെ മഹത്വം എന്താണ് എന്ന് ഇതുപോലെ വന്ന് പറയാൻ തയ്യാറുണ്ടോ? ഒന്നത്, മതം വിട്ടവരുമായി മതം സ്വീകരിച്ചവർ ഒരു സ്നേഹ സംവാദം, അതല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച പബ്ലിക്കായിട്ട് അവർ തയ്യാറാണോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ ഒരാൾ മതം വിട്ടെന്ന് കരുതി അത് വലിയൊരു സംഭവമാണ് എന്നൊന്നും കൊട്ടിഘോഷിക്കാനല്ല ഞാൻ ഈ ഒരു എപ്പിസോഡ് തുടങ്ങിയത്. ധാരാളം നിഷ്കളങ്കരായ സ്ത്രീകളെ ഈ മതത്തിൽ തളച്ചിടാൻ ചില ആൾക്കാർക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ സംഘടിതമായ മതപരിവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് 2010 തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ മന്ത്രി അച്യുതാനന്ദൻ പറഞ്ഞിരുന്നു. പിന്നെ NIA റിപ്പോർട്ടുണ്ട്, മതപരിവർത്തനം, നിർബന്ധ മതപരിവർത്തനം തന്നെ ഇവിടെ നടക്കുന്നുണ്ടെന്ന്. എന്ത് തന്നെ ആയാലും ശരി ആകട്ടെ, മതപരിവർത്തനം നടന്നാലും മതം വിട്ടാലും എന്ത് തന്നെ ആയാലും ശരി, നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണം. നമ്മുടെ സഹജീവികൾക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന നന്മകൾ പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കണം. ഇവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഇപ്പം മതം സ്വീകരിച്ച ആൾക്കാരുണ്ടല്ലോ, അവരാണ് ഇവർക്ക് ശരിക്കും മറുപടി പറയേണ്ടത്. അപ്പോൾ ഏതെങ്കിലും മതപണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങൾക്ക് മറുപടി പറയുമോ എന്ന് നോക്കാം. കാരണം ഇന്ന് യുക്തിവാദികൾക്ക് മറുപടി പറയണത് തട്ടിത്തട്ടി നമുക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതും കൂടി ചേർത്ത് ഇതിനും കൂടി മറുപടി പറയുമെന്ന് പ്രത്യാശിക്കാം. നാളെ വേറൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരേക്കും